ശ്രീനാരായണ പരമഗുരവേ നമഃ. സജ്ജനങ്ങളെ, ഹിന്ദുമതത്തിൽ 33 കോടി ദേവന്മാരുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇത്രയും ദേവന്മാരിൽ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും തികഞ്ഞ ഭക്തിയോടെയും കള്ളൻ എന്ന് വിളിക്കാൻ സാധിക്കുന്ന ഒരേയൊരു ദൈവം ശ്രീകൃഷ്ണ പരമാത്മാവാണ്. വെണ്ണകെട്ടും ചേലകെട്ടും കുസൃതി കാട്ടിയ കണ്ണനെ ഗോപസ്ത്രീകളാണ് കള്ളനെന്ന് വിളിച്ചു തുടങ്ങിയത്. ഇത്രയും പറഞ്ഞു വെച്ചത് എന്തിനെന്നാൽ, ഭഗവാൻ ശ്രീനാരായണ പരമഹംസദേവൻ്റെ ഭക്തനായിരുന്ന തൈവേലിയിലെ കറുമ്പൻ എന്നയാളുടെ പേര് കൃഷ്ണൻ എന്ന് പുനർനാമകരണം ചെയ്തു മഹാഗുരു. ആയതിലേക്ക് എത്തിച്ചേരുന്ന സംഭവ കഥയാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ സ്ഥലം വാങ്ങുന്നതിന് പണം സ്വരൂപിക്കുന്നതിലേക്കായി മഹാഗുരു ആലപ്പുഴയിലെ അറവുകാട് ക്ഷേത്രത്തിൽ ആഗതനായി. ഇതറിഞ്ഞ് തൈവേലിയിലുള്ള കറുമ്പനും അവിടെ എത്തി. ക്ഷേത്രത്തിലെത്തിയവരോടായി മഹാഗുരു തൻ്റെ ആഗമനോദ്ദേശ്യം വെളിപ്പെടുത്തി. അപ്പോൾ കറുമ്പൻ മഹാഗുരുവിൻ്റെ അടുത്തു വന്ന് നമസ്കരിച്ചിട്ട് ഇപ്രകാരം ഉണർത്തിച്ചു: സ്വാമി, അടിയങ്ങളുടെ വീടിനടുത്ത് ഒരു സർപ്പക്കാവുണ്ട്. അത് നീക്കിയാൽ മാത്രമേ ഞങ്ങൾക്ക് വീട് വയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. സർപ്പത്തെ നീക്കുവാൻ ഹോമങ്ങളും പൂജകളും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഇവയൊക്കെ വളരെ ചിലവേറിയ കാര്യങ്ങളാണ്. സർപ്പശാപമേൽക്കാതെ അവയെ ഒഴിവാക്കി തന്നാൽ കാവിനുള്ളിലെ വലിയ ആഞ്ഞിലി വെട്ടിവിറ്റ് കിട്ടുന്ന മുഴുവൻ രൂപയും അദ്വൈതാശ്രമത്തിൻ്റെ സ്ഥലം വാങ്ങുന്നതിലേക്കായി നൽകിക്കൊള്ളാമെന്ന് കറുമ്പൻ മഹാഗുരുവിനെ അറിയിച്ചു. അപ്പോൾ സർപ്പക്കാവ് നീക്കണം, അതാണ് പ്രശ്നമല്ലേ? നല്ല ഒരു കാര്യമാണ് ഇത് എന്ന് മഹാഗുരു കറുമ്പനോട് പറയുകയും ചെയ്തു. ഉടൻ തന്നെ മഹാഗുരു ബോധാനന്ദ സ്വാമിയോട് ഇങ്ങനെ പറഞ്ഞു. ബോധാനന്ദൻ ഉടൻ തന്നെ കറുമ്പനോടൊപ്പം തൈവേലിയിൽ പോകണമെന്നും അവിടെയുള്ള ആഞ്ഞിലി മരത്തിനിട്ട് കോടാലി കൊണ്ട് 3 വെട്ടുവെട്ടണം എന്നും അപ്പോൾ സർപ്പങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ്, അതിനുശേഷം ആഞ്ഞിലി വെട്ടാവുന്നതാണ് എന്ന് മഹാഗുരു കൽപ്പിച്ചു. മഹാഗുരുവിൻ്റെ ആജ്ഞയനുസരിച്ച് ബോധാനന്ദ സ്വാമിയും കറുമ്പനും കൂടി കറുമ്പൻ്റെ വീട്ടിലെത്തി. ബോധാനന്ദ സ്വാമികൾ മഹാഗുരു പറഞ്ഞതുപോലെ ആഞ്ഞിലി മരത്തിനിട്ട് 3 വെട്ടുവെട്ടുകയും ചെയ്തു. ഇനി ആഞ്ഞിലി വെട്ടാമെന്ന് ബോധാനന്ദ സ്വാമികൾ കറുമ്പനോട് അറിയിക്കുകയും ചെയ്തു. നാളുകൾ കഴിഞ്ഞപ്പോൾ മഹാഗുരു വീണ്ടും അറവുകാട് ക്ഷേത്രത്തിലെത്തി. ഇതറിഞ്ഞ് ആഞ്ഞിലി വെട്ടിവിറ്റ രൂപ കാണിക്ക വയ്ക്കുവാനായി കറുമ്പനും ക്ഷേത്രത്തിലെത്തി. അന്നത്തെ കാലത്ത് 23 രൂപയ്ക്കായിരുന്നു കറുമ്പൻ ആഞ്ഞിലി വെട്ടി വിറ്റത്. കറുമ്പൻ പണം ഇലയിൽ പൊതിഞ്ഞ് മഹാഗുരുവിൻ്റെ മുൻപിൽ സമർപ്പിക്കുകയും ചെയ്തു. മഹാഗുരു ഇലപ്പൊതി അഴിച്ച് പണം എണ്ണി നോക്കിയപ്പോൾ ആ പൊതിയിൽ 21 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കണ്ട് മഹാഗുരു കറുമ്പനോട് ചോദിച്ചു: എന്താ കറുമ്പ, 23 രൂപയ്ക്കല്ലേ ആഞ്ഞിലി വിറ്റത്? അതേ സ്വാമി എന്ന് കറുമ്പൻ മറുപടി പറയുകയും ചെയ്തു. തനിക്കും തടിക്കച്ചവടക്കാരനും മാത്രമേ ഈ വിവരം അറിയുമായിരുന്നുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഗുരുദേവൻ അറിഞ്ഞത് എന്ന് ചിന്തിച്ച് കറുമ്പൻ അത്ഭുത പരതന്ത്രനായി നിന്നു. അപ്പോൾ കറുമ്പൻ പറയുകയുണ്ടായി: സ്വാമി, 2 രൂപ ഞാൻ എടുത്തുപോയി. ഇത് കേട്ടപ്പോൾ ഗുരു ഇപ്രകാരം പറഞ്ഞു: നിന്റെ പുറത്തു മാത്രമേ കറുപ്പുള്ളൂ, അകം കൃഷ്ണൻ്റേതുപോലെയാണ്. അതിനാൽ നാം നിന്റെ പേര് മാറ്റുകയാണ്. ഇനി മുതൽ നീ കൃഷ്ണനാണ്. അതിനുശേഷം കറുമ്പൻ കൃഷ്ണൻ എന്ന് അറിയപ്പെട്ടു തുടങ്ങി. പിന്നീടുള്ള കൃഷ്ണൻ്റെ ജീവിതത്തിൽ സാമ്പത്തിക വ്യവഹാരത്തിൽ അതീവ കൃത്യതയോടെ മുന്നേറുകയും ചെയ്തു. എല്ലാവർക്കും സത്യസന്ധതയോടെയും ധർമ്മബോധമുള്ളവരായും മഹാഗുരുവിൻ്റെ അനുഗ്രഹം നിറഞ്ഞ നല്ല ഒരു ജീവിതമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.